ബീഹാറിലെ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ അടിച്ച് തകർത്തു എന്ന വാർത്ത വന്നിരുന്നു. പരീക്ഷ എഴുതാൻ ആവശ്യമായി യാത്രാ സൗകര്യം ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇവർ പ്രകോപിതരായത്. ബീഹാർ പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളാണ് ഈ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയത്. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സ്ഥിതിഗതികൾ അങ്ങനെയാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ആദ്യം നമുക്ക് ആ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളൊന്ന് കാണാം. ആ സമയത്ത് നിന്നും ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് അവിടെ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയാതെ പോയത്? അതിലാണോ ഈ വിദ്യാർത്ഥികൾ പ്രകോപിതരായത്, ഈ പരീക്ഷാർത്ഥികൾ? SK ഒരു വലിയ സംഘർഷമാണ് ഈ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബീഹാർ പോലീസിന്റെ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ പങ്കെടുക്കാനായിരുന്നു വിദ്യാർത്ഥികൾ അതിനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ മതിയായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം ട്രെയിനുകൾ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ പരീക്ഷാർത്ഥികൾ അവിടെ പ്രതിഷേധവുമായി എത്തുകയും തുടർന്ന് ഈ റെയിൽവേ ട്രാക്കുകൾ ഉപരോധിക്കുകയും ചെയ്തത്. ആ സമയത്ത് റെയിൽവേ പോലീസ് എത്തി ഈ വിദ്യാർത്ഥികളെ ഈ പരീക്ഷാർത്ഥികളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ലാത്തി ചാർജ് ഉണ്ടായി, ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഇതൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് എത്തി. ഈ പരീക്ഷാർത്ഥികളാകട്ടെ വ്യാപകമായിട്ടുള്ള കല്ലേറ് ഈ റെയിൽവേ പോലീസിന് നേരെ നടത്തുകയും അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അടിച്ചു തകർക്കുകയും ചെയ്തു. അവിടേക്ക് എത്തിയ ഒരു ട്രെയിനിന് നേരെയും ആക്രമണം നടന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതാണ്ട് 250-ലധികം പരീക്ഷാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു സംഘർഷത്തിനൊടുവിൽ RPF ഇടപെട്ടുകൊണ്ട് ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഒരു ആക്രമണം നടത്തിയ പരീക്ഷാർത്ഥികളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിലൊരു ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി റെയിൽവേ അറിയിക്കുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.